നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും സുസ്വാഗതം. 9/2/2025 തിങ്കളാഴ്ച വിശാഖ നക്ഷത്രമാണ് ഇന്ന്. പൂർണ്ണമായും വിശാഖ നക്ഷത്രമാണുള്ളത്. വിശാഖ നക്ഷത്രക്കാരുടെ ഈ മാസഫലമാണ് ഞാനിവിടെ പറയുന്നത്. കാര്യതടസ്സം കാണുന്നുണ്ട്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ആലോചിക്കുക. ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്തെ അംഗീകാരവും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സാമ്പത്തികമായ മെച്ചപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ശത്രുക്കളുടെ നീക്കം പരാജയപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. കടബാധ്യതകൾ കുറയാൻ സാധ്യത കാണുന്നുണ്ട്. മാനസികമായി അല്പം അസ്വസ്ഥതകൾ കാണുന്നു. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. യാത്രകളിൽ ജാഗ്രത പാലിക്കണം. ഗൃഹത്തിൽ സന്തോഷം സമാധാനം ലഭിക്കും. വസ്തു വാങ്ങാനോ വിൽക്കുവാനോ ഉള്ള പരിശ്രമം വിജയകരമാകും. മാതാവിൽ നിന്ന് സഹായം ലഭിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കും. സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ആത്മവിശ്വാസത്തോടെ പുതിയ കാര്യങ്ങൾ തുടങ്ങാം. ധനലാഭം ഉണ്ടാകുമെങ്കിലും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. പൊതുവെ നല്ല ദിവസമാണ്. വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ഉന്മേഷം ലഭിക്കും. പുതിയതായി ജോലി തേടുന്നവർക്ക് അനുകൂല കാലമാണ്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. യാത്രാ മൂലം ക്ഷീണം അനുഭവിക്കും. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായി വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം. സാമ്പത്തികപരമായി നല്ല ദിവസങ്ങളാണ്. സുഹൃത്തുക്കൾ മുഖേന പുതിയ അവസരം ലഭിക്കും. മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സ്ഥാനക്കയറ്റമോ സാമൂഹിക രംഗത്ത് പേരും പ്രശസ്തിയും വർദ്ധിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ദീർഘദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം ലഭിക്കും. ഗോചരഫലമാണ്. അതുകൊണ്ട് ഈ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ എല്ലാവർക്കും ഒരേ ദശാകാലത്തിലൂടെ അല്ല അവർ കടന്നു പോകുന്നത്. നല്ല ദശാകാലത്തിലൂടെയും മോശമായ ദശാകാലത്തിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഈ ഫലത്തിൻ്റെ അനുഭവത്തിനുണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകും. നല്ല ഗ്രഹസ്ഥിതിയും നല്ല അനുകൂല സാഹചര്യവും കൂടെ ആകുകയാണെങ്കിൽ ഈ ഫലങ്ങൾ പൂർണ്ണമായിട്ടും ഇവർക്ക് ലഭ്യമാകുന്നതാണ്. അതല്ല ദശാകാലം മോശവും ഒക്കെ ആകുന്നവർക്ക് ദോഷഫലങ്ങൾ കൂടുകയും ഗുണഫലങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ ദശാകാലങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനുള്ള പ്രതിവിധികൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ നക്ഷത്രഫലം പൂർണ്ണമായിട്ടും കാണുക. പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഭവത്തിൽ ഉണ്ടാകുന്നെന്ന് ഓരോ വ്യക്തികൾക്കും മനസ്സിലാകാവുന്നതാണ്. ദോഷഫലങ്ങൾ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കിയതിനുള്ള വഴിപാടുകളോ കാര്യങ്ങളോ ചെയ്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ.